ലാൻഡ്സ്കേപ്പ് ചെയ്തു നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ഒരു ലാൻഡ് ലൈൻ നമ്മൾ വരയ്ക്കണം. ഇപ്പോൾ ഏകദേശം നമ്മൾ എടുത്തിട്ടുള്ള പേപ്പറിൻ്റെ മിഡിലൂടെ ഒരു ലൈന് വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇവിടെ ഒരു റോഡ് വരയ്ക്കാം. ഇവിടെ കുറച്ച് മരങ്ങൾ വരയ്ക്കണം. അപ്പോൾ ജസ്റ്റ് മരത്തിൻ്റെ ഇതൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് പോയാൽ മതി. പെയിൻറ്റിങ് ചെയ്യുമ്പോൾ നമുക്കത് ഫില്ല് ചെയ്തെടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ സ്കെച്ചിങ് സിമ്പിളായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഞാനിവിടെ ഫാബ്രിക് ആട്ടോ എടുക്കുന്നത് പെയിൻറ്റിങ് ചെയ്യാൻ. അപ്പോൾ ആദ്യത്തെ കളർ എടുക്കുന്നത് വൈറ്റാണ്. കുറച്ച് വൈറ്റ് എടുക്കുക. ഇനി നമുക്ക് അടുത്തെടുക്കേണ്ടത് ബ്ലൂ ആണ് കേട്ടോ. കുറച്ച് ബ്ലൂ എടുക്കുന്നുണ്ട്. അധികം എടുക്കണ്ട, കുറച്ചെടുത്താൽ മതി. എന്നിട്ട് നമ്മൾ വൈറ്റിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊരു ലൈറ്റ് ബ്ലൂ ആയിട്ട് കിട്ടും. ബ്ലൂ കൊടുത്ത് അതിൻ്റെ കൂടെ തന്നെ ഈ വൈറ്റും കൂടെ നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇടയിൽ കുറച്ച് വൈറ്റും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തത് നമുക്കൊരു പർപ്പിൾ ഷെയ്ഡ് വേണം. അപ്പോൾ കുറച്ച് പർപ്പിൾ എടുക്കുന്നുണ്ട്. അത് ഈ ബ്ലൂവിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. അതും കൂടെ ഇതിൻ്റെ കൂടെ ഒന്ന് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്.
ബ്രഷ് ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്യണം കേട്ടോ. നമ്മൾ കളർ മിക്സ് ചെയ്ത് കളർ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഒന്ന് വാഷ് ചെയ്തിട്ട് വേണം അടുത്ത പെയിൻ്റ് എടുക്കാൻ. അല്ലെങ്കിൽ നമ്മുടെ പിക്ചർ കുറച്ച് ആ ഒരു നമ്മൾ കൊടുക്കുന്ന ഒരു ബ്രൈറ്റ്നെസ് ഉണ്ടാവില്ല. അപ്പം അത് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഇപ്പം ബ്ലൂ വെച്ച് പർപ്പിൾ വെച്ച് ഇനി നമുക്ക് കുറച്ച് റെഡ് വെച്ച് കൊടുക്കാം. റെഡ് എടുത്തിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് പർപ്പിളിലേക്ക് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്ത് വയ്ക്കുക. ആ സണ്ണിൻ്റെ ആ ഒരു ചുറ്റിലും വെച്ച് കൊടുക്കുക. ബാക്കിയുള്ള ഏരിയയിലേക്ക് ആവുന്നുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല. പിന്നെ നമ്മളവിടെ കളറ് ഫില്ല് ചെയ്യും. അപ്പോൾ അത് ശരിയായിക്കോളൂ കേട്ടോ. ആയി വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല. അതേമാതിരി ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ കുറച്ച് വൈറ്റും കൂടെ നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് ഓറഞ്ച് കൊടുക്കണം. നമ്മൾ റെഡ് വെച്ചു. ഇനി അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഓറഞ്ച്, മുകളിലായിട്ടല്ല നടുവിലായിട്ട് ആ സണ്ണിൻ്റെ ആ ഒരു പോർഷനിൽ നമ്മൾ കുറച്ച് ഓറഞ്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. കുറച്ച് വൈറ്റും കൂടെ നമ്മൾ ഇതിൻ്റെ ഇടയിലൊന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി യെല്ലോ, ലെമൺ യെല്ലോ എടുക്കുക. അതും എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ നടുവിലായിട്ട് കൊടുക്കുക. അപ്പോൾ ആ ഭാഗം കുറച്ച് ലൈറ്റ് ഷെയ്ഡായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ. ഇനി ബ്രഷ് നന്നായിട്ടൊന്ന് തുടയ്ക്കുക. കഴുകണ്ട, തുടച്ചാൽ മതി. എന്നിട്ട് ബാക്കിയുള്ള ഏരിയയിലേക്ക് ഒന്ന് ഇതിനെങ്ങനെ ബ്ലെൻഡ് ചെയ്യുക. ഈ ബ്ലൂവിലേക്ക് പോകുമ്പം ശ്രദ്ധിക്കണം. ഈ ഓറഞ്ചും യെല്ലോ ഒക്കെ ബ്ലൂവിലേക്ക് പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. കുറച്ച് ഡാർക്കായി പോകും. പ്രത്യേകിച്ച് ഈ യെല്ലോ ബ്ലൂവിലേക്ക് പോകുമ്പോൾ അതൊരു ഗ്രീൻ ഷെയ്ഡായിട്ട് മാറും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ബ്ലൂവിലേക്ക് അധികം കയറ്റണ്ട. പകരം പർപ്പിൾ വരെ ഒന്ന് ഇതാക്കി കൊടുത്താൽ മതി കേട്ടോ. കളർ ആ ഒരു യെല്ലോ പർപ്പിൾ വരെ പോയാൽ മതി. ബ്ലൂവിലേക്ക് കൊണ്ടുപോകണ്ട. അപ്പോൾ അത് കളർ മാറിപ്പോവും, ഗ്രീനായി പോവും. പിന്നെ കുറച്ചും കൂടെ വൈറ്റ് എടുക്കുക. വൈറ്റ് എടുത്തിട്ട് നമ്മൾ ഈ സൺ എവിടെയാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചത് അവിടെ ഒന്ന് റൗണ്ട് ചെയ്തിട്ട് ചെറിയൊരു റൗണ്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ റൗണ്ട് ബ്രഷ് എടുക്കുക. റൗണ്ട് ബ്രഷ് എടുത്തിട്ട് ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ കുറച്ച് ലൈറ്റ് കൂടുതൽ വരാൻ വേണ്ടിയിട്ട് കേട്ടോ. വൈറ്റ് ഒന്നും കൂടെ എടുക്കുക. അതിനൊന്നും കൂടെ ഒന്ന് ഒന്നിങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ സൺ നിൽക്കേണ്ട ഏരിയ നമുക്കൊന്നും കൂടെ ഒന്ന് ലൈറ്റായിട്ട് കിട്ടും. കണ്ടോ? ഈ രീതിയിൽ ഓക്കെ. ഇനി എന്ത് ചെയ്യുക? നമ്മുടെ മേഘങ്ങൾ കുറച്ചും കൂടെ തിക്കായിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ റൗണ്ട് ബ്രഷ് തന്നെ എടുക്കുക. കുറച്ച് ചെറുതായാലും മതി. നമ്പർ 4 എടുക്കുക കേട്ടോ. 4 എടുക്കുക.
എന്നിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ള ബ്ലൂ എടുക്കുക. ബ്ലൂവിലേക്ക് കുറച്ച് വൈറ്റ് മിക്സ് ചെയ്ത് കൊടുക്കുക. കൂടുതലായിട്ട് വേണ്ട, കുറച്ച് മതി. എന്നിട്ട് മേഘത്തിൻ്റെ ആ ഒരു എഫക്റ്റ് ആ ഒരു രീതിയിൽ കൊടുക്കുക. ജസ്റ്റ് ഇങ്ങനെ മേഘം മാർക്ക് ചെയ്ത് ഇങ്ങനെ പോവാം. അതിൻ്റെ കൂടെ തന്നെ അത് ഇങ്ങനെ ആ മേഘത്തിൻ്റെ ആ ഷേപ്പിൽ നമ്മൾ പെയിൻറ്റ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ ഉപയോഗിച്ച റൗണ്ട് ബ്രഷ് ഉണ്ടല്ലോ അതെടുക്കുക. പക്ഷെ അതിൽ നേരത്തെ കൊടുത്ത കളറുണ്ട്. അപ്പം എന്ത് ചെയ്യുക, നമ്മളെ തുണിയിലൊന്നും ഇങ്ങനെ ഒന്ന് തുടച്ചെടുക്കാം. എന്നിട്ട് ഈ ഒരു ഭാഗം രണ്ട് സൈഡൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഈ രീതിക്ക് മേഘം കൊടുക്കുക കേട്ടോ. ബ്ലെൻഡ് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ കട്ടിയിൽ ഒരു ടെക്സ്ചറും കൂടെ കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ബ്ലെൻഡായിട്ട് കിടക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ എടുത്ത ബ്രഷ് കൊണ്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതിനോട് ചെയ്താലും മതി, അല്ലെങ്കിൽ വേറെ ബ്രഷ് എടുത്തിട്ട് അതിനോട് ചെയ്യാം. അപ്പോൾ ഈ രീതിയിൽ ഈ ഒരു മോൾ ഭാഗം നമ്മൾ കുറച്ച് തിക്കായിട്ട് തന്നെ മേഘം വെച്ച് കൊടുക്കുക. അപ്പോഴാണ് കുറച്ചും കൂടി ഭംഗി ഉണ്ടാവുക കേട്ടോ. ബ്ലൂവിൻ്റെ കൂടെ തന്നെ കുറച്ച് വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതിനൊന്ന് ലൈറ്റ് ആക്കി എടുക്കണം. എന്നിട്ട് മാത്രം നമ്മൾ ഈ ഒരു കളർ വെച്ച് കൊടുക്കുക. പിന്നെ ഇതിൽ നമ്മൾ ചെറിയൊരു ഷാഡോവും കൂടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ബ്ലാക്ക് ഈ ഒരു ബ്ലൂവിലേക്ക് മിക്സ് ചെയ്തിട്ട് ഈ ഒരു ബ്ലൂവിനെ കുറച്ച് ഡാർക്ക് ആക്കി എടുക്കണം. കുറച്ച് ബ്ലാക്ക് എടുക്കുക, ഈ ബ്ലൂവിലേക്ക് മിക്സ് ചെയ്യുക, കുറച്ച് വൈറ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ ഇടയിലൊന്ന് വെച്ച് കൊടുക്കാം. മൊത്തമായിട്ട് കൊടുക്കണ്ട, നമ്മൾ നേരത്തെ വെച്ച ബ്ലൂവിൻ്റെ ഇടയിൽ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ ഈ ഒരു കളറ് ഇതിൻ്റെ ഇടയിലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. ഹലോ മോൾ, ഏത് ക്ലാസ്സിലായിരുന്നു? പേര് പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല. ഏത് ക്ലാസ്സിലാണ് ഞാൻ പഠിപ്പിച്ചിരുന്നത്? മൊത്തത്തിൽ ആഡ് ചെയ്യണ്ട, ഇടയിലൊക്കെ ഒന്നിങ്ങനെ ചെറുതായിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഈ ഓറഞ്ചിൻ്റെയും ആ ഒരു റെഡിൻ്റെ ഏരിയയിൽ കുറച്ചും കൂടി പാച്ചസ് ആയിട്ട് കളേഴ്സ് വെച്ച് കൊടുക്കണം. അപ്പോൾ
അപ്പോൾ ഇതാ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച പർപ്പിൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് ബ്ലൂവും ചേർത്തിട്ടുണ്ട്. കുറച്ച് ചേർത്താൽ മതി, അധികം ചേർക്കണ്ട. ആ ഒരു റെഡിനെ ഒന്ന് ഇതാക്കിയെടുത്താൽ മതി, ഒരു ബ്ലൂയിഷ് പർപ്പിളിലേക്ക് മാറ്റിയാൽ മതി. എന്നിട്ട് അതും കൂടെ നമ്മളിതാ ഇതിൻ്റെ കൂടെ പാച്ചായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ രണ്ട് സൈഡ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. അതുപോലെ ഈ താഴത്തെ ഏരിയയിൽ ഞാൻ കുറച്ച് കൊടുക്കുന്നുണ്ട്, അധികം കൊടുക്കണ്ട, കുറച്ചൊന്ന് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അത് കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് ഓറഞ്ച് കൊടുക്കണം. കുറച്ച് ഓറഞ്ച് എടുക്കുക, കുറച്ച് വൈറ്റ് മിക്സ് ചെയ്യുക. ഇത്തിരി മതി കേട്ടോ, അധികം വേണ്ട. ഇത്തിരി വൈറ്റ് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ഇടയിലൊന്ന് വെച്ച് കൊടുക്കുക. അപ്പം ഓറഞ്ച് വെച്ചു. ഇനി നമുക്ക് കുറച്ച് ലെമൺ യെല്ലോ എടുക്കുക. അതും നമ്മളിതാ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഓറഞ്ചിൻ്റെ തൊട്ടടുത്തായിട്ട് ലെമൺ യെല്ലോ വെച്ച് കൊടുക്കുക. ലെമൺ യെല്ലോ വെച്ചു. ഇനി നമുക്ക് ആ സൺലൈറ്റിൻ്റെ ഏരിയ ഒന്നും കൂടെ ഒന്ന് കറക്റ്റ് ചെയ്യേണ്ട. അപ്പം കുറച്ച് വൈറ്റ് എടുക്കുക, ആ യെല്ലോ കുറച്ച് അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഏരിയ ഒന്നും കൂടെ ഒന്ന് കളറൊന്ന് നമ്മൾ കൂട്ടി കൊടുക്കുന്നുണ്ട്. യെല്ലോ കൂടുതലാക്കി കൊടുക്കുക കേട്ടോ. നമുക്ക് വൈറ്റ് വെച്ചാൽ അവിടെ കാണണം, അതിന് വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ആ ഒരു ലൈറ്റിൻ്റെ ഇത് കൊടുക്കുക, റൗണ്ടായിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ കൊടുക്കുക. ഇനി നമ്മൾ വൈറ്റ് എടുക്കുക. വൈറ്റ് എടുത്തിട്ട് കുറച്ച് കട്ടിക്ക് തന്നെ അവിടെ വൈറ്റ് വെച്ച് കൊടുക്കുക. ഒന്നിങ്ങനെ റൗണ്ട് ചെയ്ത് കട്ടിക്ക് വെച്ച് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആ സണ്ണിൻ്റെ ആ ഒരു ഇത് കിട്ടും. അപ്പോൾ നമ്മൾ സ്കൈ നമ്മൾ ഫില്ല് ചെയ്തു. ഇനി അതിൻ്റെ താഴത്തെ പോർഷൻ ഈ ഒരു ലാൻഡിൻ്റെ ഏരിയ നമ്മൾ ഫില്ല് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മുന്നേ നമുക്ക് ഇവിടെ കുറച്ച് ഭാഗം കൂടെ ഒന്നും കൂടെ ഫില്ല് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പർപ്പിൾ എടുത്തിട്ട് അവിടെ ഒന്ന് ഫില്ല് ചെയ്യുക കേട്ടോ. കുറച്ച് ബ്ലൂ ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ഓറഞ്ച് ആഡ് ചെയ്ത് കൊടുക്കുക. ഈ ഭാഗം കൂടെ നമ്മളൊന്നിങ്ങനെ ഇതാക്കി കൊടുക്കുന്നുണ്ട്. ആദ്യം കളർ വെച്ചിട്ടൊന്നിങ്ങനെ ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. കുറച്ച് വൈറ്റ് ആഡ് ചെയ്തിട്ട് അതിനൊന്നും കൂടെ ഒന്ന് ലൈറ്റ് ആൻഡ് ഷെയ്ഡ് ആക്കി എടുക്കാം.
ഓക്കെ, ആ ഭാഗം ഒന്ന് ഫില്ല് ചെയ്തു. ഇനി നമുക്ക് അടുത്ത ഏരിയ ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പം ഈ ഒരു സൺലൈറ്റിൻ്റെ ഭാഗം ഈ ഒരു രണ്ട് സൈഡിലും ഹില്ലാണ് കേട്ടോ. അപ്പം ഇവിടുത്തെ ഹില്ല് കുറച്ച് ഡാർക്കാക്കി എടുക്കണം. അപ്പോൾ ഒരു ആഷ് കളറാക്കി എടുക്കാം നമുക്ക്. അപ്പോൾ നേരത്തെ നമ്മൾ എടുത്ത കളർ തന്നെ ഉണ്ട്, അപ്പോൾ അതിനെ നമ്മൾ ആഷ് കളറാക്കി എടുത്തിട്ടുണ്ട്. അതായത് ഡാർക്ക് ബ്ലൂവും കുറച്ച് ബ്ലാക്കും കുറച്ച് വൈറ്റും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്കൊരു ആഷ് കളർ കിട്ടും. ആ കളർ നമ്മൾ ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ആഷ് കളറാക്കി കൊടുത്തിട്ടുണ്ട്. ആഷ് കളറിൽ കുറച്ച് ഡാർക്കായിട്ടുള്ള ഒരു കളറാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ഭാഗം കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ഭാഗത്തേക്ക് നമുക്ക് ഈ ഒരു കളർ തന്നെ നമുക്ക് ഈ ഒരു ഏരിയയിലും കൂടെ കൊടുക്കണം. നമ്മൾ സ്കൈയിൽ കൊടുത്ത ആ കളേഴ്സൊക്കെ മിക്സ് ചെയ്തിട്ട് കൊടുത്താൽ മതി. കാരണം സ്കൈയിലുള്ള ആ സെയിം കളർ ടോൺ തന്നെയാണ് ഈ ലാൻഡിലേക്കും വരിക കേട്ടോ. അപ്പോൾ നമ്മൾ ആ കളർ കൊടുത്ത് കുറച്ച് ബ്ലാക്ക് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് ചേർത്താൽ മതി. കുറച്ച് ഡാർക്ക് വേണ്ട ഏരിയയിൽ മാത്രം കൊടുത്തിട്ട് ഇതിനൊന്നിങ്ങനെ ബാക്കിയുള്ള കളറിലേക്ക് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. പിന്നെ ഇവിടെ നമ്മൾ ഒരു ലൈറ്റ് ഷെയ്ഡ് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ കൊടുത്തിട്ടുള്ള യെല്ലോയും ആ ഓറഞ്ചും കൂടി ജസ്റ്റ് ഒന്ന് അവിടെ കൊടുത്താൽ മതി. ആ ഒരു ഏരിയയിൽ കൊടുക്കുക. അതുപോലെ ഈ ഭാഗത്തും ആ ഒരു കളറ് വെച്ച് കൊടുക്കുക. കുറച്ച് ഓറഞ്ച് എടുക്കുക, ഈ ഒരു കളറിലേക്ക് മിക്സ് ചെയ്യുക, ഇതിൻ്റെ തൊട്ടടുത്ത് വെച്ച് കൊടുക്കുക. കുറച്ച് വൈറ്റ് എടുക്കുക, ഈ കളറിലേക്ക് മിക്സ് ചെയ്യുക. നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ഓറഞ്ചിലേക്ക് മിക്സ് ചെയ്യുക. കുറച്ച് ബ്ലാക്ക് എടുക്കുക, ഇതിലേക്കൊന്ന് മിക്സ് ചെയ്യുക. അപ്പം നമുക്കൊരു ബ്രൗൺ ഷെയ്ഡ് കിട്ടും. ആ ബ്രൗൺ ഷെയ്ഡ് നമ്മളിതാ ഇവിടെ വെച്ച് കൊടുക്കുക. കുറച്ച് റെഡ് എടുക്കുക, ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. അതിൻ്റെ കൂടെ കുറച്ച് ബ്ലാക്ക് എടുക്കുക, ഇതിൻ്റെ താഴെ വെച്ച് കൊടുക്കുക. അപ്പോഴും നമുക്കത് ഒരു ബ്രൗൺ ഷെയ്ഡായി കിട്ടും കേട്ടോ. അപ്പോൾ അതാ ഇതിനിങ്ങനെ മിക്സ് ചെയ്ത് ഈ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ നമ്മളുടെ ആ ലൈറ്റ്, ആ ഒരു സൺലൈറ്റ് പതിക്കുന്ന ഭാഗം കുറച്ചും കൂടി ഇതായി കിട്ടിയില്ലേ. ഇനി ഇവിടെ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ബ്രൗൺ ഷെയ്ഡിലേക്ക് മാറ്റണം. ഇത്ര ലൈറ്റ് നമുക്കിവിടെ വേണ്ട. ഇവിടെ ലൈറ്റായിട്ടൊരു ഭംഗിയില്ല അല്ലേ. അപ്പോൾ നമുക്കിവിടെ കുറച്ച് ബ്രൗണും കൂടെ ആഡ് ചെയ്തിട്ട് ഇവിടെ മാത്രം ലൈറ്റിങ് കൊടുക്കാം. ഇനി ബാക്കി ഏരിയയിൽ നമുക്ക് കുറച്ച് ഡാർക്ക് വെച്ച് കൊടുക്കണം. എന്നാലേ നമ്മൾ വെക്കുന്ന മരം, അവിടെ കുറച്ച് മരത്തിൻ്റെ ഇത് കൊടുക്കാനുണ്ട്, ഷെയ്ഡ് കൊടുക്കാനുണ്ട്. അപ്പം അത് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കണം എന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് കുറച്ച് ഡാർക്ക് ആക്കണം. അപ്പം ഞാൻ കുറച്ച് ബ്ലാക്ക് എടുത്തിട്ടുണ്ട്, കുറച്ച് ബ്ലൂ എടുത്തിട്ടുണ്ട്, കുറച്ച് പർപ്പിൾ എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് റെഡ് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഈ ഒരു ഏരിയയിൽ വെച്ച് കൊടുക്കുക. കുറച്ച് ഓറഞ്ചും കൂടെ എടുത്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ.
പിന്നെ ഈ ഒരു ഷെയ്ഡ് തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് കുറച്ച് കൊടുക്കണം, എന്നാലേ ഇത് രണ്ട് ഹില്ലായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ഒരു ഓറഞ്ച് പ്ലസ് കുറച്ച് ബ്രൗണ് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിനെ ഡാർക്കിലേക്ക് കൊണ്ടുവരാം. ബ്ലാക്കും കുറച്ച് പർപ്പിളും കൂടി ആഡ് ചെയ്തിട്ടൊന്ന് ഡാർക്ക് എടുക്കുന്നുണ്ട് കേട്ടോ. അത് പർപ്പിൾ തന്നെ വേണമെന്നില്ല, വേണമെങ്കിൽ ബ്ലൂ ആണെങ്കിലും ഏത് ഡാർക്ക് ഷെയ്ഡ് ആയാലും കുഴപ്പമില്ല, നമുക്കവിടെ ഒരു ഡാർക്ക് കിട്ടിയാൽ മതി. അപ്പോൾ അതിനെ ഇങ്ങനെ കൊടുത്തിട്ട് ഈ ഒരു ഏരിയയിലേക്ക് ഇങ്ങനെ കൊണ്ടുവരാം. ഓക്കെ, ഇത്രയും ഭാഗം നമ്മളിപ്പം ഫില്ല് ചെയ്തു. ഇനി ഇതിന് ഡീറ്റെയിൽ ആയിട്ട് ഒരു ഷെയ്ഡും കൂടെ കൊടുക്കണം. അപ്പോൾ നമുക്ക് ഈ ഒരു ഏരിയ കുറച്ച് ഡ്രൈ ആയിട്ടുണ്ട്, അപ്പോൾ അവിടെ നമുക്ക് കുറച്ച് ലൈറ്റും ഡാർക്കും ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം നമുക്ക് കുറച്ച് ഡാർക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ബ്ലാക്ക് ഓൾറെഡി ഇവിടെ വെച്ചിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് പർപ്പിൾ എടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് കുറച്ച് പാച്ചായിട്ട് ഇങ്ങനെ കൊടുക്കാം. നമ്മൾ സ്കൈയിൽ ചെയ്യുന്ന സെയിം എഫക്റ്റ് തന്നെയാണ് ഇവിടെയും കൊടുക്കുന്നത് കേട്ടോ. പാച്ചായിട്ട് നമ്മൾ കൊടുത്തു. ഇനി ഇതിൽ കുറച്ച് ലൈറ്റ് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്, ആ ലൈറ്റ് തന്നെ കൊടുക്കാം കേട്ടോ. ഓറഞ്ചും യെല്ലോയും കുറച്ച് ബ്രൗണും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ഇടയിലായിട്ട് കൊടുക്കുക. കുറച്ച് ലൈറ്റ് ഷെയ്ഡാണ്, കുറച്ച് ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് ഇത് കാണുന്നത്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ഒന്നും കൂടി ടച്ച് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പം ഇപ്പം കുറച്ച് ലൈറ്റായിട്ട് കൊടുക്കാം. ഓക്കെ, അതവിടെ കൊടുത്തു. ഇനി കുറച്ച് യെല്ലോ എടുക്കുക. വെള്ളം വേണ്ട, കുറച്ച് ബ്രഷ് ഒന്ന് നനഞ്ഞാൽ മതി. കുറച്ച് ഓറഞ്ച് എടുക്കുക, അതിലേക്ക് മിക്സ് ചെയ്യുക. കുറച്ച് ബ്ലാക്ക്, നമ്മൾ ഓൾറെഡി നേരത്തെ എടുത്ത് വെച്ച ബ്ലാക്ക് ഇതിലേക്ക് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു ബ്രൗൺ ഷെയ്ഡ് കിട്ടും. ആ ബ്രൗൺ ആണ് നമ്മളിവിടെ വെച്ച് കൊടുക്കുന്നത്. പക്ഷെ തിക്കായിട്ട് വെക്കണ്ട, ഒരു ലൈറ്റായിട്ടൊന്നിങ്ങനെ നമ്മൾ നേരത്തെ വെച്ച ആ ഷെയ്ഡിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. അതിൻ്റെ കൈ വെച്ചിട്ട് ജസ്റ്റ് അതിനൊന്ന് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്യുക. ഇതിട്ട് വലിക്കണ്ട, ചെറിയൊരു ഷെയ്ഡായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതവിടെ ഫില്ലായി. ഇനി സെയിം മെത്തേഡ് തന്നെ ഇവിടെയും ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മൾ ഓൾറെഡി ലൈറ്റ് ഉണ്ട്, അത് മൊത്തത്തിൽ ലൈറ്റ് പോക്കരുത്. അതിൻ്റെ ഇടയിലായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് പാച്ചസ് ആയിട്ട് കൊടുത്താൽ മതി. ഓക്കെ, ഈ ഡാർക്കിലേക്ക് വരുമ്പോൾ നമ്മൾ ഡാർക്ക് എടുക്കുക, എന്നിട്ട് അതും കൊടുക്കുക. ഇവിടെയും അതുപോലെ കുറച്ച് ഡാർക്കായിട്ട് ഷെയ്ഡ്സ് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഏരിയയിലും കൂടെ കൊടുക്കാനുണ്ട്. അപ്പം അതും കൂടെ നമ്മളിങ്ങനെ കൊടുക്കാം. അവിടെ ഓൾറെഡി നമുക്ക് മരങ്ങളൊക്കെ വരും, എന്നാലും അതിൻ്റെ ഇടയിൽ ചെറുതായിട്ടൊന്ന് നമുക്കിങ്ങനെ കൊടുക്കാം. പാച്ചായിട്ട് ഇരുന്നോട്ടെ.
അതുപോലെ ഈ ഒരു ഭാഗത്ത് നമുക്കൊരു ലാൻഡ് കൊടുക്കണം. ചെറുതായിട്ടൊരു ലൈറ്റ് ഷെയ്ഡ് കൊടുത്താൽ മതി. യെല്ലോ പ്ലസ് ഓറഞ്ച് പ്ലസ് വൈറ്റ് കൊടുക്കുക. അതുപോലെ ഈ ഒരു ഏരിയയിലും കുറച്ച് ലൈറ്റായിട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കൊടുത്തു. ഇനി ഇവിടെ നമുക്ക് മരം ആഡ് ചെയ്യാണ്ട്. അപ്പം ഈ ഒരു ഏരിയ എന്താവണം, നന്നായിട്ട് ഡ്രൈ ആവണം. എന്നാലും നമുക്ക് അവിടെ കൊടുത്തിട്ട് കാര്യമുള്ളൂ, അല്ലെങ്കിൽ അത് നന്നായിട്ട് സ്പ്രെഡായിപ്പോവും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തത് ഇതിൻ്റെ ബാക്കി നമുക്ക് ഇതൊന്ന് ഡ്രൈ ആയിട്ട് അടുത്ത ലൈവിൽ കാണാം കേട്ടോ.